ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗത്തുള്ള ടോപ്പിക്സാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. നമ്മളുടെ പാഠത്തിൻ്റെ പേര് സൗണ്ട് വേവ്സ് ആയിരുന്നു. അതിൻ്റെ 5ാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. ഇതോടെ നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കും. അപ്പം അടുത്ത ടോപ്പിക്ക് നമ്മളുടെ വരുന്നത് സൗണ്ടിൻ്റെ റിഫ്ലക്ഷനെ പറ്റിയാണ് അല്ലേ. ഇപ്പോൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതേപോലെ സൗണ്ട് വേവ്സും റിഫ്ലക്റ്റ് ചെയ്യുമോ ഇല്ലയോ, അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 2-3 പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ പിക്ചേഴ്സിലൊക്കെ ഈ ലൈൻസ് കാണിക്കുന്നത് എന്താ, സൗണ്ട് വേവ്സ് ആണ് അല്ലേ. ഇയാൾ സംസാരിക്കുമ്പം അയാളുടെ സംസാരത്തിൽ നിന്ന് സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. സൗണ്ട് വേവ്സ് വാൾസിലും അതേപോലെ തന്നെ സീലിങ്ങിലൊക്കെ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതൊക്കെയാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, സൗണ്ട് വേവ്സ് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, സൗണ്ട് വേവ്സ് റിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ ഇതിൽ ഈ ഷേപ്പ് ശ്രദ്ധിച്ചോ. അപ്പോൾ ഈ ഹോളിൻ്റെ ഷേപ്പ്, റൂഫിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, ഫ്ലാറ്റ് അല്ല അല്ലേ, ഒരു ഡോം ഷേപ്പാണ് വരുന്നത്. ഇവിടെ ആണെങ്കിലും ഇതിൻ്റെ വാള് ഡോം ഷേപ്പാണ്. അപ്പോൾ അങ്ങനെ ഡോം ഷേപ്പ് ആവുന്നതുകൊണ്ട് എന്താണ് ഗുണമുള്ളത്, അതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സും കാര്യങ്ങളും നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. അപ്പം റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഒരു ഹാളിൽ ഒരാൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ അതിൽ മോഡിഫിക്കേഷൻസ് വാൾസിലും അതേപോലെ സീലിങ്ങിലൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുമ്പം അവിടെ ഇരിക്കുന്ന എത്ര ആളുകളുണ്ടോ അവർക്ക് എല്ലാവർക്കും ഈ സ്പീക്കറിൻ്റെ സൗണ്ട് ഒരേപോലെ കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യം, വൈ ദ റൂഫ് ഓഫ് ഓഡിറ്റോറിയം ആൻഡ് മൂവി തിയേറ്റർ ഹാവ് എ ഡോം ഷേപ്പ് ഓർ നോൺ ഫ്ലാറ്റ് റൂഫ് അല്ലേ. ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫ് എന്തുകൊണ്ടാണ് ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് ഒരേപോലെ സൗണ്ട് വേവ്സൊക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് കേൾക്കുന്ന ആൾക്കാർ ലിസണേഴ്സിന് കറക്റ്റായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദീസ് ഹെൽപ്സ് ടു റിഫ്ലക്റ്റ് സൗണ്ട് ഫ്രം എ സോഴ്സ്. ആരാണോ സംസാരിക്കുന്നത് അയാൾ നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. ആ സോഴ്സിൽ നിന്ന് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഓളിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റോറിയത്തിൻ്റെ അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൻ്റെ മൂവി തിയേറ്ററിൻ്റെ വാൾസൊക്കെ റൂഫ്സൊക്കെ ഡോം ഷേപ്പിലോ നോൺ ഫ്ലാറ്റ് റൂഫായിട്ട് കാണുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു ഒഴിഞ്ഞ മുറിൻ്റെ അകത്ത് പോയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു മുഴക്കം കേൾക്കാം അല്ലേ. പല ഭാഗത്തുനിന്നും നമ്മളുടെ സൗണ്ട് തിരിച്ച് നമ്മളുടെ ചെവിയിലേക്ക് വരുന്ന പോലെ ഒരു സുഖമില്ലാത്ത രീതിയിലായിരിക്കും ആ വോയിസ് കേൾക്കുന്നത് അല്ലേ ഒഴിഞ്ഞ മുറിയിൽ. പക്ഷെ നേരെ മറിച്ച് അവിടെ ഫർണിച്ചറോ കാർപ്പറ്റോ എന്തോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഫീലിങ്ങിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, അതാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് അതത്ര കേൾക്കാൻ സുഖമുള്ള സൗണ്ട് അല്ല. പിന്നെ അടുത്ത ചോദ്യം എന്താ, എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ മുഴക്കത്തിൽ അല്ല മുഴങ്ങുന്നത്, ഒരു ഒഴിഞ്ഞ റൂമിൽ പോയി സംസാരിച്ചാൽ ഒരു മുഴക്കം കേൾക്കുന്നത്, എന്തുകൊണ്ടാണത്? അതിനെന്ത് കാരണം എന്താ വെച്ചാൽ, ഒരു പ്രാവശ്യം നമ്മൾ സംസാരിച്ച് കഴിയുമ്പം നമ്മളുടെ ആ സ്പീച്ച് കൊണ്ട് ഉണ്ടാകുന്ന സൗണ്ട് വേവ്സ് വാൾസിലും അതേപോലെ തന്നെ സീലിങ്ങിലും അതേപോലെ എല്ലാ ഭാഗത്തും നിലത്തും ഒക്കെ തട്ടി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ചെയ്യും. അവിടെ ഇവിടെ വീണ്ടും വീണ്ടും ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണമാണ് നമ്മൾ അവിടെ എന്തുണ്ടാവുന്നത്, ലൗഡായിട്ട് വോയിസ് കേൾക്കുന്നത് അല്ലേ. ലൗഡ് വോയിസ് കേൾക്കാൻ കാരണം അതാണ്. പക്ഷെ നമ്മളവിടെ എന്തെങ്കിലും ഫർണിച്ചറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ കുറേയൊക്കെ ഈ സൗണ്ട് എനർജി ഇവർ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് അവിടെ അങ്ങനത്തെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവില്ല, ലൗഡ് വോയിസ് കേൾക്കില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ അടുത്ത് നമ്മളുടെ സാധാരണ നമ്മളിപ്പോൾ ഒരു ഇങ്ങനത്തെ മൗണ്ടനസ് റീജിയനിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ല തുറന്ന പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എക്കോ എന്ന് പറയുന്നൊരു സംഭവം കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മളുടെ വോയിസ് തന്നെ തിരിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ കേൾക്കുന്നൊരവസ്ഥ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആർ ദെയർ ഇൻസ്റ്റൻസസ് വെൻ റിഫ്ലക്റ്റഡ് സൗണ്ട്സ് ആർ ഹേർഡ് ഡിസ്റ്റിങ്ക്ട്ലി, വളരെ ക്ലിയറായിട്ട് നമ്മൾ പറഞ്ഞ അതേപോലെ തിരിച്ച് കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അല്ലേ. അത് നമ്മൾ എന്താ പറയുന്നത്, എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗണ്ട് വേവ്സ് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളുടെ ചെവിയിലേക്ക് തന്നെ തിരിച്ചെത്താം. അതൊന്നെങ്കിൽ ഒരു വലിയ ചുമരോ അല്ലെങ്കിൽ മൗണ്ടനോ വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ തട്ടിയിട്ട് തിരിച്ച് നമ്മളുടെ ചെവിയിലേക്ക് വരുന്ന തന്നെ ആ ഒരു ഫെനോമിനൻ, ഒരു പ്രത്യേകത്തിന് വിളിക്കുന്ന പേരാണ് എക്കോ. അപ്പോൾ വാട്ട് ഈസ് എൻ എക്കോ? എൻ എക്കോ ഈസ് എ റിപ്പിറ്റേഷൻ ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വേവ്സ് ഫ്രം വാൾ, മൗണ്ടൻ ഓർ അതർ ഒബ്സ്ട്രക്റ്റിംഗ് സർഫസസ്. തടസ്സങ്ങളിൽ നിന്ന് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്തിട്ട് സൗണ്ട് വീണ്ടും നമ്മളുടെ ചെവിയിലേക്ക് എത്തുന്നതിനാണ് എന്ന് പറയുന്നത് എക്കോ എന്ന് പറയുന്നത് അല്ലേ. അതാണ് എക്കോ എന്ന് പറഞ്ഞാൽ. പക്ഷേ അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ചെറിയൊരു റൂമിൽ നമുക്ക് എക്കോ കേൾക്കാൻ പറ്റാത്തത്?
എന്തുകൊണ്ടാണ് ഇങ്ങനെ തുറന്ന സ്ഥലത്ത് മാത്രം നമ്മൾ എക്കോ കേൾക്കുന്നത്? ഇപ്പം റിഫ്ലക്ഷനും ഇത് തമ്മിൽ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതിനെന്താ വെച്ചാൽ സോഴ്സും സൗണ്ട് ഉണ്ടാക്കുന്ന സോഴ്സും അതേപോലെ തന്നെ തടസ്സവും തമ്മിലൊരു മിനിമം ഡിസ്റ്റൻസ് വേണം. ആ മിനിമം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലേ നമുക്ക് എക്കോ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ ചെറിയൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. എന്താണ് ഈ പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്? പേഴ്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നിലനിൽക്കുക. അപ്പം നമ്മളുടെ ചെവിക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എന്ത് സൗണ്ട് കേട്ട് കഴിഞ്ഞാലും ഒരു സെക്കൻഡിൻ്റെ 10th ഭാഗം വരെ കുറച്ച് സമയത്തേക്ക് ആ സൗണ്ട് നമ്മളുടെ ചെവിൻ്റെ അകത്ത് അല്ലെങ്കിൽ അവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും? തങ്ങി നിൽക്കുന്നുണ്ടാവും അല്ലേ? നമുക്ക് അതിൻ്റെ സെൻസേഷൻ ഉണ്ടാവും. 1/10 സമയത്തേക്ക് ആ സൗണ്ടിൻ്റെ ആ ഒരു പ്രത്യേക ആ ഒരു വൈബ്രേഷൻ നമ്മളുടെ ചെവിൻ്റെ അകത്തുണ്ടാവും. പേഴ്സിസ്റ്റ് ഫോർ അബൌട്ട് 1/10 പേഴ്സിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. വളരെ ചെറിയൊരു സമയം, 1/10 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സമയമാണ്. വളരെ ചെറിയൊരു സമയം ആ സൗണ്ട് നമ്മളുടെ ചെവിയിൽ അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. അപ്പം ആ ഹിയറിങ്ങിൻ്റെ പ്രത്യേകതയ്ക്ക് വിളിക്കുന്ന പേരാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. അപ്പോൾ ഈ 1/10 സമയത്തിനുള്ളിൽ വേറെ ഒരു സൗണ്ട് അതേ സമയം നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫെൽറ്റ് ആസ് ഇഫ് ദേ ആർ ഹേർഡ് ടുഗെദർ. ഇത് രണ്ടും ഒരുമിച്ച് കേൾക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക അല്ലേ? ആ ചെറിയ സമയത്തുള്ള വീണ്ടും നമ്മൾ ആ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന പോലെ തോന്നും. അതിനെ നമ്മൾ എന്താ പറയുന്നത്? പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ലിസണറും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ മിനിമം എത്ര ദൂരം വേണം? നമ്മൾ എക്കോ ഉണ്ടാവണമെങ്കിൽ ആ പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് തന്നെയാണ് എന്തിന് കാരണം? എക്കോന് കാരണം. ഓക്കെ, ആ പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് ആണ് എക്കോന് കാരണം. അപ്പോൾ ഈ പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് അവിടെ നിൽക്കുക, അതേപോലെ തന്നെ എക്കോ പ്രൊഡ്യൂസ് ചെയ്യുക. ഇതിനൊക്കെ മിനിമം ഡിസ്റ്റൻസ് വേണം. ആ മിനിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കും അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റൻ അതാണ് നമ്മുടെ അടുത്ത് മനസ്സിൽ വരുന്നത്. ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു ഹിയർ ദ എക്കോ ഡിസ്റ്റിങ്ക്ട്ലി ആഫ്റ്റർ ഹിയറിംഗ് ദ ഫസ്റ്റ് സൗണ്ട്? നമ്മൾ ആദ്യത്തെ സൗണ്ട് ചെയ്യുന്നതിന് ശേഷം തിരിച്ച് എക്കോ കേൾക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? അതേപോലെ തന്നെ സൗണ്ട് വേവ്സ് എത്ര ദൂരം ട്രാവൽ ചെയ്യണം നമുക്ക് ആ എക്കോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ? നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എയറിൽ സ്പീഡ് എത്രയാണ് സൗണ്ടിൻ്റെ? 350 m/s ആണ് സൗണ്ട് വേവ്സ് ട്രാവൽ എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ ഫോർമുല ഹെൽപ്പോട് കൂടിയാണ്. ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്പീഡ് ഇൻറ്റു ടൈം. അപ്പം ഡിസ്റ്റൻസ് സ്കിൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. നമ്മളുടെ സ്പീഡ് എത്രയാണ് എയറിൽ സൗണ്ടിൻ്റെ വരെ 350 m/s. നമ്മളിപ്പം പറഞ്ഞു ആ ഒരു സൗണ്ട് ഉണ്ടാവണമെങ്കിൽ എത്ര സമയം എടുക്കുന്നത്? ഒരു സെക്കൻഡിലെ 10th ഭാഗം അല്ലേ? അത്ര സെക്കൻഡ്സ്. അപ്പം 350 × 1/10 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 35 മീറ്ററിന് കിട്ടും അല്ലേ? 35 മീറ്റർ. അപ്പോൾ ഈ 35 മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് വേണം. മിനിമം ഡിസ്റ്റൻസ് എത്ര വേണം? 35 മീറ്റർ വേണം. സൗണ്ട് ഉണ്ടാവുന്ന സോഴ്സിൽ നിന്നും അതേപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസിൽ നിന്നും 35 മീറ്റർ ദൂരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ? എക്കോ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം 35 മീറ്റർ വേണം. അപ്പം 35 മീറ്റർ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് തട്ടി തിരിച്ച് വരണം അല്ലേ? 2 ഡിസ്റ്റൻസ് വരുന്നുണ്ട് അവിടെ. ഏതൊക്കെ? ഒന്ന് ഒറിജിനൽ സോഴ്സിൽ നിന്ന് സൗണ്ട് റിഫ്ലക്റ്റിംഗ് സർഫസ് വരെ പോയി റിഫ്ലക്റ്റ് ചെയ്തിട്ട് സൗണ്ട് തിരിച്ച് വരണം. അപ്പം അതാണ് 35 മീറ്റർ എന്ന് പറഞ്ഞാൽ അല്ലേ? 35 മീറ്റർ ദൂരം വേണം പോയി തിരിച്ച് വരുന്ന ആ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് എത്ര ദൂരത്ത് വേണം? ഈ 35ൻ്റെ പകുതി അല്ലേ? 35/2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 17.5 എന്ന് കിട്ടും. അപ്പം സോഴ്സിൽ നിന്നും റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ഇടയിൽ എത്ര ദൂരം വേണം? 17.5 മീറ്റേഴ്സ് ദൂരം വേണം. എന്നാൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? എക്കോ ഉണ്ടാവുള്ളൂ. If half of 35 ആണ് 17.5. If the distance to the reflecting surface is more than 17.5 meter, the same sound can be heard and distinguished again. അപ്പം മിനിമം ഡിസ്റ്റൻസ് ആണ് അല്ലേ? മിനിമം എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയെങ്കിലും ഡിസ്റ്റൻസ് വേണം. അതിനെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് വീണ്ടും കേൾക്കാം, നമുക്ക് ആ സൗണ്ട് തിരിച്ചറിയാനും പറ്റും. മിനിമം 17.5, അതിന് കുറഞ്ഞു കഴിഞ്ഞാൽ എക്കോ ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് അടുത്ത ചോദ്യം. വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ടു ഹിയർ ദ എക്കോ ഇൻ വാട്ടർ?
അപ്പം ഒരു സോഴ്സിൽ നിന്ന് റിഫ്ലക്റ്റിംഗ് സർഫസ് ടു ഹിയർ ദ എക്കോ ഇൻ വാട്ടർ, വെള്ളത്തിൽ എക്കോ കേൾക്കണമെങ്കിൽ എത്ര മിനിമം ഡിസ്റ്റൻസ് വേണം. അപ്പം നമുക്കിവിടെ കൺസിഡർ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ എത്രയാണ്, 1480 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ആ ദൂരം മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, സ്പീഡ് ഓഫ് സൗണ്ട് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, എന്തുകൊണ്ട് അവിടെ 2D എന്നെടുത്തത്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സോഴ്സിൽ നിന്ന് സൗണ്ട് ഉണ്ടായി, ഇവിടെയാണ് സോഴ്സ് അല്ലേ, സോഴ്സ് ഇവിടെയാണുള്ളത്, ഇവിടെയാണ് നമ്മളുടെ വോളോ മൗണ്ടനോ ഉള്ളത്. അവിടെ പോയി ആ ഡിസ്റ്റൻസ് D ആണ് വിചാരിക്കുക, അവിടെ തട്ടി തിരിച്ചെവിടെ വരണം, നമ്മളുടെ ചെവിയിലേക്ക് തന്നെ ആ സൗണ്ട് തിരിച്ച് വരണം. അപ്പം അതും ട്രാവൽ ചെയ്യുന്ന എത്ര തന്നെയാണ്, D ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ടോട്ടൽ സൗണ്ട് വേവ്സ് എത്ര പോകണം, D + D. അതുകൊണ്ടാണ് ഇവിടെ എന്തെടുത്തത്, 2D എന്നെടുത്തത്, ഡിസ്റ്റൻസ് 2D പോകണം. അപ്പം സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഈക്വൽ ടു 2D/T അല്ലേ. നമുക്കവിടെ എന്ത് തന്നിട്ടുണ്ട്, 1480 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അതെന്താ സ്പീഡ്. അപ്പം ആ തന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കാം. V എന്നാണ് നമ്മൾ സ്പീഡ് എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. 1480 മീറ്റർ പെർ സെക്കൻഡാണ്. ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ് നമുക്കറിയില്ല, 2D ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പം മിനിമം ഒക്കെ ഉണ്ടാവണമെങ്കിൽ 1/10 ആണ് വേണ്ടത്. 1/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.1 ആണ് വരുന്നത് അല്ലേ. നമ്മളിപ്പോൾ ടൈം എത്രയാണ്, ടൈം ഇസ് ഈക്വൽ ടു എക്കോ ഉണ്ടാവും, നമ്മൾ എന്താ പറഞ്ഞത്, പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് എത്ര ആയിരിക്കണം, 1/10 ആയിരിക്കണം. ഈ 1/10 സമയം എടുത്താൽ മാത്രം ആ സമയത്തുള്ള വീണ്ടും സൗണ്ട് അവിടെ തിരിച്ച് വരികയാണെങ്കിൽ മാത്രമേ എക്കോ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ടൈം നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കുക, എക്കോ ഉണ്ടാവണമെങ്കിൽ 1/10 ഓഫ് എ സെക്കൻഡ് വേണം സമയം. 1/10 ഫ്രാക്ഷനാണ്, അത് നമ്മളെ ഡെസിമലാക്കുമ്പോൾ എങ്ങനെ എഴുതുക, 0.1 സെക്കൻഡ്സ് എന്നാണ് എഴുതുക അല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ, 2D ആണ് അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2D ആണ്. ഇപ്പോൾ 2D ഇസ് ഈക്വൽ എന്തായിരിക്കും, V അവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ ഡിവിഷനിലുള്ള T നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ എന്തായിരിക്കും, മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പം 2D ഇസ് ഈക്വൽ V ഇൻറ്റു T എന്നായി. ഓർ D ഇസ് ഈക്വൽ ടു എന്താവും, V ഇൻറ്റു T/2 എന്നാവും അല്ലേ. അപ്പം ഇത് സോൾവ് ചെയ്താൽ V എത്രയാണ്, 1480 മീറ്റർ പെർ സെക്കൻഡാണ് അല്ലേ. 1480 ഇൻറ്റു 2 എത്രയാണ്, 0.1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 1480 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ 1480, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞാൽ ഒരു നമ്പറാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം പോയിൻ്റ് കഴിഞ്ഞാൽ ഒരു നമ്പർ വരണം. അപ്പോൾ പോയിൻ്റ് എവിടെ ഇടുന്നത്, ഇവിടെയാണ് നമ്മൾ പോയിൻ്റ് ഇടുന്നത്. 148.0/2, 0.0 നമ്മൾ ഒഴിവാക്കിയിട്ട് എന്താ ഇടുന്നത്, 148/2 ആണ് ഇടുന്നത്. അപ്പോൾ 148/2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നത്, 74 അല്ലേ, 74 മീറ്ററാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 74 മീറ്ററെങ്കിലും സൗണ്ട് ട്രാവൽ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അവിടെ എക്കോ ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ. ഇത് വാട്ടറിൻ്റെ കേസാണ്. നിങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇനി അടുത്ത് റിവർബറേഷൻ എന്ന് പറയുന്നത്. അപ്പം ചില ബിൽഡിങ്ങിൽ പഴയ മോണുമെൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ, അതിൻ്റെ എക്സാമ്പിളാണിത്. ഇപ്പം ഇങ്ങനത്തെ പ്രത്യേക ഷേപ്പുള്ള ചില മോണുമെൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു മുഴക്കം, സാധാരണ മുഴക്കമല്ല, നമുക്ക് സൗണ്ട് ആൻഡ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടന്നിട്ട് നമുക്ക് തന്നെ തലയിൽ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ. അതാണ് ബൂം എന്ന് പറയുന്നത്. അപ്പം എംപ്റ്റി റൂമിലോ ഇങ്ങനത്തെ ഒരു മോണുമെൻറ്റ്സിൽ പോയി നമ്മൾ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒച്ച കുറേ പ്രാവശ്യം നമുക്കിങ്ങനെ ഓൾറെഡി ഉണ്ടായ ശേഷം, എക്കോ അല്ല അത്, കുറേ പ്രാവശ്യം വീണ്ടും 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 ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കേക്ക് നമുക്ക് കാണാം. അതാണ് എന്ത് പറയുന്നത്, റിവർബറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ റിവർബറേഷൻ? റിവർബറേഷൻ ഈസ് ദ ലിങ്കറിങ് ഓഫ് സൗണ്ട് ഈവൻ ആഫ്റ്റർ ദ ഒറിജിനൽ സൗണ്ട് ഹാസ് സീസ്ഡ്. ഒറിജിനൽ സൗണ്ട് അവിടെ ഓൾറെഡി നിന്ന് കഴിഞ്ഞു, പക്ഷേ വീണ്ടും വീണ്ടും ആ ഒച്ച നമ്മളുടെ ചെവിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് എന്താ ലിങ്കറിങ് എന്ന് പറയുന്നത്. അപ്പം മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം ആ ബൂം ഇങ്ങനെ ഉണ്ടായി നമ്മുടെ ചെവിയിലേക്ക് വീണ്ടും വീണ്ടും സൗണ്ട് വരുന്നത്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ എന്താവും, അതിങ്ങനെ കുറഞ്ഞ് വരുന്നത് കാണാം. ആ ഒരു പ്രത്യേകതയൊക്കെയാണ് നമ്മൾ എന്താ പറയുക, റിവർബറേഷൻ എന്ന് പറയുന്നത്. റിവർബറേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താ, നമ്മളുടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ തന്നെയാണ്. പക്ഷെ അത് എക്കോ അല്ല, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടന്നിട്ട് സൗണ്ട് അങ്ങനെ ഒരു മുഴക്കം നമ്മളുടെ ചെവിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്
അല്ലേ? അതാണ് റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്ത ചോദ്യം, നമ്മളിപ്പോൾ സിനിമാ തിയേറ്ററോ അല്ലെങ്കിൽ ഓഡിറ്റോറിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ ചുമര്, അല്ലേ? ചുമര് കുറച്ച് റഫായിരിക്കും, ഒരിക്കലും അത് നല്ല സ്മൂത്ത് ആയിരിക്കില്ല. കുറച്ചൊരു റഫ് സർഫസസ് നമുക്ക് കാണാൻ പറ്റും. ഒന്നെങ്കിൽ കാർപ്പറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ക്രീൻസൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഈ സിനിമാ തിയേറ്ററിൻ്റെയും അതേപോലെ തന്നെ ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ വാൾസ്. അതെന്തുകൊണ്ടാണെന്നുള്ളത്, അതിന് കാരണം ഈ റിവർബറേഷൻ ഇല്ലാതാക്കാം. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിൽ റിവർബറേഷൻ്റെ പ്രശ്നം എന്താ, അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ മുഴക്കം കാരണം ശരിക്കുള്ള സൗണ്ട് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റില്ല, അവർക്കത് ക്ലിയറായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ ദ വാൾസ് ഓഫ് ലാർജ് ഹാൾസ് ലൈക്ക് സിനിമ തിയേറ്റേഴ്സ് ആർ ഓഫൺ മെയ്ഡ് റഫ്. എന്തുകൊണ്ടാണ്? ആ എക്സ്ട്രാ സൗണ്ടിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അൺവാണ്ടഡ് എക്കോ അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി നന്നാക്കാം. അപ്പം റഫ് സർഫസിന് ഈ കഴിവുണ്ട്, അവരെന്ത് ചെയ്യും, ആ സൗണ്ട് അബ്സോർബ് ചെയ്യും, അല്ലേ? സൗണ്ട് അബ്സോർബ് ചെയ്തിട്ട് ആ ശരിക്കുള്ള വോയിസിൻ്റെ ആ എഫക്റ്റ് അവിടെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പം നല്ലോണം മനസ്സിലാക്കി വെക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് എല്ലാ സൗണ്ടും കേൾക്കാൻ സാധിക്കില്ല. നമ്മളുടെ ഒരു പ്രത്യേക റേഞ്ച് ഉണ്ട്, സൗണ്ടിൻ്റെ ഒരു പ്രത്യേക റേഞ്ച് ഉണ്ട്. നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് 20 ഹേർട്സിൻ്റെയും 20,000 ഹേർട്സിൻ്റെ ഇടയിലുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ. 20 and 20,000 ഹേർട്സ്. 20 ഹേർട്സും 20,000 ഹേർട്സും പറഞ്ഞാൽ 20 കിലോ ഹേർട്സാണ്. ഈ രണ്ട് ഗ്യാപ്പിൽ വരുന്ന സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിൽ വരുന്ന അല്ലെങ്കിൽ ആ റേഞ്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഡിബിൾ റേഞ്ച്, അല്ലെങ്കിൽ അവിടെയുള്ള ഫ്രീക്വൻസിനെ ഓഡിബിൾ ഫ്രീക്വൻസി എന്ന് പറയും. അപ്പോൾ ഹ്യൂമൻ ഇയേഴ്സിൻ്റെ ഓഡിബിൾ റേഞ്ച് എത്രയാണ്? 20 ഹേർട്സും 20,000 ഹേർട്സിൻ്റെ ഇടയിലുള്ള സൗണ്ട്സാണ്. അപ്പം അതിന് മുന്നേ ഉള്ള സൗണ്ട്, 20 ഹേർട്സിന് മുമ്പുള്ള സൗണ്ട് നമ്മൾ ഇൻഫ്രാ സൗണ്ട് എന്ന് പറയും. 20,000 ഹേർട്സിനുള്ള സൗണ്ടിനെ നമ്മൾ അൾട്രാ സൗണ്ട് എന്നാണ് പറയുക. അപ്പോൾ ഈ ഇൻഫ്രാ സൗണ്ടും അൾട്രാ സൗണ്ടും ഹ്യൂമൻ ബീങ്സിന് കേൾക്കാൻ സാധിക്കില്ല. പക്ഷേ ഇൻഫ്രാ സൗണ്ട് പൂച്ച, നായ അവർക്കൊക്കെ കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ അൾട്രാ സൗണ്ട് ബാറ്റ്സിന്, അല്ലേ, കടവാതിലിനൊക്കെ എളുപ്പത്തിൽ കേൾക്കാൻ പറ്റും. അപ്പം ചില പോലീസ് ട്രെയിനിങ്ങിൻ്റെ സമയത്ത്, പോലീസ് ട്രെയിനിങ്ങിൽ ഈ പോലീസ് ഡോഗിനെ ട്രെയിൻ ചെയ്യുമ്പം അവർ യൂസ് ചെയ്യുന്ന വിസിൽ ഹ്യൂമൻ ബീങ്സിന് കേൾക്കാൻ പറ്റാത്ത സൗണ്ടുള്ള വിസിലായിരിക്കും. പക്ഷേ ഡോഗ്സിന് മനസ്സിലാവും ആ വിസിൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ വിസിൽസ് ഈ ഹ്യൂമൻ റേഞ്ചിൻ്റെ പുറത്തായിരിക്കും. അപ്പം ആ വിസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സൗണ്ട് കേൾക്കില്ല, പക്ഷേ ഡോഗിന് മനസ്സിലാവും വരെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ബാറ്റ് ട്രാവൽ ചെയ്യുന്ന അവർക്ക് കണ്ണിൻ്റെ കാഴ്ചയില്ല, വിഷ്വലില്ല, അവർക്ക് വിഷൻ ഇല്ല. പക്ഷേ അവർ യൂസ് ചെയ്യുന്ന എന്താ, ഈ ചിത്രത്തിൽ കാണിച്ച പോലെ അൾട്രാസൗണ്ട് വേവ്സ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് അവളുടെ ബോഡിയിലേക്ക് അല്ല അവരുടെ റിസപ്റ്റേഴ്സിലേക്ക് വരും. ആ റിസപ്റ്റേഴ്സ് മനസ്സിലാക്കും ഇവരുടെ പ്രേ, അല്ലേ, എത്ര ദൂരത്താണ് ഇവരുടെ ഫുഡുള്ളത്, അങ്ങനത്തെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ, അതൊക്കെ നോക്കിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, അത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത്, അല്ലേ. അതാണ് അവരുടെ ബോഡിയിൽ അൾട്രാസൗണ്ടിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് അൾട്രാസൗണ്ട് നമ്മളുടെ ഉപയോഗത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറഞ്ഞത്, ഇൻഫ്രാസോണിക്, അൾട്രാസോണിക് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ കുറേ യൂസസ് ഒക്കെ ഉണ്ട്. അപ്പം യൂസസ് ഓഫ് അൾട്രാസോണിക് സൗണ്ടിൽ അടുത്ത സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇവിടെ അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയും, അല്ലേ. അപ്പം നമുക്ക് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീൻ്റെ വയറ്റിൽ വളരുന്ന കുട്ടീൻ്റെ ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇത് സാധിക്കും. കിഡ്നി സ്റ്റോണിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ട്യൂമേഴ്സിൻ്റെ ഗ്രോത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊക്കെ എന്ത് യൂസ് ചെയ്യുന്ന, അൾട്രാസൗണ്ട് സ്കാനിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതേ ഷേപ്പുള്ള ചില ഇൻഡസ്ട്രിയൽ ഫാക്ടറീസിലൊക്കെ ഉള്ള ട്യൂബ്സ് ഉണ്ടാവും, അല്ലേ, കോപ്പറിൻ്റെയോ വേറെ മെറ്റാലിക് ട്യൂബ്സ് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് പോകുന്ന ബ്രഷസ് ഒന്നുമില്ല. അപ്പോൾ ഇത് വൃത്തിയാക്കണമെങ്കിൽ അൾട്രാസോണിക് സൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് സെൻഡ് ചെയ്യുന്നത്. ആ അൾട്രാസോണിക് ഇതിനകത്ത് കയറുമ്പോൾ എന്താവും, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടന്നിട്ട് അവിടെ എന്തെങ്കിലും ഡേർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മെൽറ്റായി പോവും, അല്ലെങ്കിൽ അത് അവിടെ ഒഴിവായി പോവും. അങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർട്സിനുള്ളിലൊക്കെ, മെഷീനറി പാർട്സിനുള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ അൾട്രാസൗണ്ട് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പം സബ്മറൈൻസ് ഉണ്ടാവും. ആ സബ്മറൈൻസ് അല്ലെങ്കിൽ ഇതേപോലെ ഷിപ്പ് ഇവർക്ക് മൂവ് ചെയ്യണേ എന്ത് വേണം, താഴെ പാറകളൊന്നും ഉണ്ടാവാൻ പാടില്ല, അല്ലേ, സേഫായിട്ട് മൂവ് ചെയ്യുന്നെങ്കിൽ. അപ്പം താഴെ അങ്ങനത്തെ വല്ല പാറകളുണ്ടോ, മുമ്പോട്ട് പോകാൻ ഇവർക്ക് എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സോണാർ എന്ന് പറയുന്നത്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അവിടെയും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ, സൗണ്ട് വേവ്സ് ആണ്, അൾട്രാസോണിക് സൗണ്ട്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ അൾട്രാസോണിക് സൗണ്ട്
ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യും, താഴെ പോയി അതേപോലെ തന്നെ ഈ സൗണ്ട് വേവ്സ് തിരിച്ച് വരുമ്പോൾ റിസപ്റ്റർ അത് റിസീവ് ചെയ്യും. എന്നിട്ട് കാൽക്കുലേഷൻ വഴി ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര താഴത്താണ് പാറുള്ളത്, സേഫാണോ അല്ല എന്നൊക്കെ. ഓക്കെ, ഇത് അൾട്രാസൗണ്ട് സ്കാനിങ്, ക്ലീനിങ് ഇൻ മെഷീനറി പാർട്സ്, പിന്നെ സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഇതെവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം അൾട്രാസൗണ്ട് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഡയഗ്നോസ് എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കാം, ഡോക്ടേഴ്സിന് അറിയാൻ പറ്റുക എന്താണ് പ്രശ്നം എന്നുള്ളത്, ട്യൂമർ ഉണ്ടോ സ്റ്റോൺ ഉണ്ടോ അതൊക്കെ മനസ്സിലാക്കാം. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് നടത്താം. ഇപ്പോൾ കിഡ്നി സ്റ്റോണിലുള്ള കല്ലുകൾ പൊടിക്കാനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, അൾട്രാസൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫിസിയോതെറപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കിഡ്നി, ലിവർ, ഗോൾ ബ്ലാഡർ, യൂട്രസ്, ഇതിൻ്റെയൊക്കെ ഇമേജ് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് പോലെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ടിഷ്യൂസിൻ്റെ അകത്ത് ഗ്രോത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത്. അപ്പം അത് ബോഡീൻ്റെ അകത്തേക്ക് പോവും, ആ ടിഷ്യൂസിനെ അവിടെ തട്ടി നോർമലി ഇത്രയായിരിക്കണം തിരിച്ച് വരുന്ന വേവിൻ്റെ ഹേർട്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഒക്കെ ഡോക്ടേഴ്സിന് അറിയാം. അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഡോക്ടർക്ക് മനസ്സിലാവും അവിടെ എന്തോ പ്രശ്നമുണ്ട്, അവിടെ എന്തോ ഗ്രോത്ത് ഉണ്ട് എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തഡാണ് എന്ത്, അൾട്രാസോണോഗ്രഫി. പിന്നെ ക്ലീനിങ് സ്പൈറൽ ട്യൂബ്സ്, നേരത്തെ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ പല മെഷീനറി പാർട്സൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും. പിന്നെയാണ് സോണാർ അല്ലേ. സോണാർ എന്താ ഞാൻ പറഞ്ഞു തന്നു, അണ്ടർ വാട്ടർ ഒബ്ജക്ട്സിന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, പാറകളൊക്കെ ഉണ്ട് കണ്ടുപിടിക്കാൻ സോണാർ യൂസ് ചെയ്യുന്നത് എന്താണ്, അൾട്രാസോണിക് സൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഇഫ് എൻ അൾട്രാസോണിക് വേവ് എമിറ്റഡ് ബൈ എ ട്രാൻസ്മിറ്റർ ഇൻസ്റ്റാൾഡ് ഓൺ എ ഷിപ്പ് on a surface of water strikes a rock at the bottom of the sea and returns after 0.2 seconds, what is the distance from the ship to the rock? Consider the speed of ultrasonic waves in sea water as 1522 meter per second. അല്ലേ, അപ്പം നമുക്കിവിടെ എന്താ തന്നെന്നുള്ള ആദ്യം നോട്ട് ചെയ്ത് വെക്കാം. കൺസിഡർ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ, വി തന്നിട്ടുണ്ട്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു 1522 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ടൈം തന്നിട്ടുണ്ട് എത്രയാണ്, 0.2 സെക്കൻഡാണ് തിരിച്ച് വരാനുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നത്. സ്ട്രൈക്ക് എ റോക്ക് അറ്റ് ദ ബോട്ടം ഓഫ് ദ സീ ആൻഡ് റിട്ടേൺസ് ആഫ്റ്റർ 0.2 സെക്കൻഡ്സ്. സ്പീഡ് ഓഫ് അൾട്രാ ഇൻ സീ വാട്ടർ ആസ് 1522. അപ്പോൾ നേരത്തെ അതേ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫോർമുല എടുത്തിരുന്നത് എന്താണത്, വി ഈസ് ഈക്വൽ ടു 2d/t എന്ന് പറഞ്ഞൊരു ഫോർമുല യൂസ് ചെയ്തിരുന്നത് അല്ലേ. ഡിസ്റ്റൻസ് ഡബിൾ വേണം, ഇവിടെ പോയി തട്ടി തിരിച്ച് വരണം, അതാണ് 2d എന്ന് എടുത്തത്. ആ ഡിസ്റ്റൻസ് കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ഫ്രം ദ ഷിപ്പ് ടു ദ റോക്ക്. അപ്പം നമുക്ക് ആ ഡിസ്റ്റൻസ് ഫ്രം ദ ഷിപ്പ് ടു ദ റോക്ക് എത്രയാണ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഫോർമുല നമ്മളിത് പഠിച്ചുകൊണ്ട് ഇത് യൂസ് ചെയ്താൽ മതി, അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് ആൻസറും കിട്ടും. അപ്പോൾ V1522 തന്നിട്ടുണ്ട്, meter per second is equal to 2d by 0.2 second. അപ്പോൾ 2d ഈക്വൽ എന്തായിരിക്കും, നമ്മൾ 2d അവിടെ വെച്ചിട്ട് 0.21 എങ്ങോട്ടേക്ക് എടുക്കാൻ, അപ്പോൾ ഇത് ഡിവിഷനിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകും. 1522 ഇൻറ്റു 0.21 എന്നായി അല്ലേ, 0.21. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്ത് എത്ര വരുന്നത്, 1522 ഇൻറ്റു 21 യൂസ് ചെയ്യുക, ലാസ്റ്റ് ഡെസിമൽ പോയിൻ്റ് ഇട്ടാൽ മതി. 1 2s are 2, 1 2s are 2, 1 5s are 5, 1 1 is 1, 2 2s are 4, 2 2s are 4, 5 2s are 10, 3, 2 6 9 1 3. ഇനി പോയിൻ്റ് കഴിഞ്ഞാൽ എത്ര പ്ലേസ് ഉണ്ട്, പോയിൻറ്റ് 2 നമ്പേഴ്സ് വരണം അല്ലേ. അപ്പോൾ ആൻസർ അതേപോലെ തന്നെ പോയിൻ്റ് കഴിഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസ് വരണം. അപ്പം നമ്മളുടെ ആൻസർ എന്തായി, 2d is equal to 319.62 മീറ്ററാണ് അല്ലേ, 62 മീറ്ററാണ്. പക്ഷെ നമുക്ക് d ആണ് വേണ്ടത്. d is equal എന്താവും, ഈ 319.62നെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക്
തിരിച്ച് വരാനുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് അല്ല നമ്മളടുത്ത് ചോദിച്ചത് ഷിപ്പിൽ നിന്ന് റോക്ക് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് ഡി കണ്ടുപിടിക്കേണ്ടത്. അപ്പം മാത്തമാറ്റിക്കൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 3 2 1 ടൈം 3 - 2 1 ആണ്. ഇതിനെ 11 ആക്കി. ഇപ്പോൾ 5 2s are 10, 11 10/1. ഇതിനെ നമ്മൾ 19 ആക്കി. 9 2s are 18. അപ്പോൾ ഇവിടെ ഇതിന് 19 - 18 1 ആണ്. ഇതിനെ 16 ആക്കി. 16 ആക്കുമ്പോൾ 8 ടൈം 2ൽ 1 ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 159.81 മീറ്റർ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് ഷുവറായിട്ട് ചോദിക്കും. നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അവസാനത്തെ ഭാഗം, നമ്മളിപ്പം കണ്ട വേവ്സൊക്കെ എന്താണ്? യൂസ്ഫുൾ ആയിട്ടുള്ള വേവ്സാണ് അല്ലേ? പക്ഷേ ചില വേവ്സ് ഉണ്ട്, അത് ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. അതിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ് എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ അവിടെ സീസ്മിക് വേവ്സ് ആണ് ഉണ്ടാവുക. സീസ്മിക് വേവ്സ്. അപ്പോൾ എർത്തിൻ്റെ ക്രസ്റ്റ് കൂടെ എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പം ഫോം ചെയ്യുന്ന വേവ്സാണ് എന്ത്? സീസ്മിക് വേവ് എന്ന് പറയുന്നത്. അത് വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പം ഉണ്ടാകുന്ന വേവാണിത്. അപ്പം അതിനെപ്പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ല സോഷ്യലാണ് എന്ത്? സീസ്മോളജി എന്ന് പറയുന്നത്. ആ സീസ്മോളജി പഠിക്കുമ്പം ഈ വേവിൻ്റെ സ്ട്രെങ്ത് എത്രയാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണിത്, റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത്. റിക്ടർ സ്കെയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന എന്താ? ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വേവ്സ് എന്തൊക്കെയാണ്? സീസ്മിക് വേവ്സാണ് അവിടെ മെയിനായിട്ട് വരുന്നത് അല്ലേ? എർത്ത് ക്വേക്ക് ഉണ്ടാവുക, വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവുക, ഭൂമിയുടെ ഇടയിൽ മാസീവ് ആയിട്ടുള്ള എക്സ്പ്ലോഷൻ ഉണ്ടാവുക. ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന വേവ്സാണ് എന്ത്? സീസ്മിക് വേവ്സ്. ആ സീസ്മിക് വേവ് എന്തായിരിക്കും? ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാക്കും. അത് സർട്ടൺ ഇൻറ്റൻസിറ്റിൻ്റെ മുകളിൽ പോകുമ്പോഴാണ് ഇതെന്താവുന്ന ഹാംഫുൾ ആയിട്ട് വരുന്നത്. അത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? റിക്ടർ സ്കെയിൽ എന്ന് പറഞ്ഞ ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ്. ഇതെല്ലാവർക്കും എന്താണെന്നറിയാം അല്ലേ? നമ്മൾ സുനാമി വേവ്സാണത്. അപ്പോൾ ഭൂമീൻ്റെ ഉണ്ടാവുന്ന പോലെ തന്നെ കടലിൻ്റെ അടിയിൽ, ഭൂമിയിൽ ലാൻഡിൻ്റെ കേസിൽ ഉണ്ടാവുന്ന പോലെ തന്നെ കടലിൻ്റെ അടിയിൽ എന്തുണ്ടാവും? എർത്ത് ക്വേക്ക് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ ഭൂമീൻ്റെ അടിയിൽ അല്ലെങ്കിൽ നമ്മളുടെ കടലിൻ്റെ അടിയിൽ എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പം ആ വേവ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അല്ലെങ്കിൽ ആ ഒരു സീസ്മിക് വേവ്സ് ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? നോർമൽ വേവ്സിനെ കാട്ടിയും ഹയർ ലെവലിലായിരിക്കും ഈ വേവ്സ് എന്തെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? സുനാമി വേവ്സ് എന്ന് പറയുന്നത് അല്ലേ? ആ സുനാമി വേവ്സ് ലാർജ് വോളിയൂംസ് ഓഫ് വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യും. അതിൻ്റെ ശരിക്കുള്ള പൊസിഷനിൽ അതിനെ മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകും. അതാണ് ഡിസ്പ്ലേസ് ചെയ്യാന്ന് പറയുന്നത്. വളരെ ഹൈറ്റിലായിരിക്കും വരുന്ന വേവ്സ് വരുന്നത്. അപ്പോൾ ഇതും എന്താണ്? സുനാമി വേവ്സും സീസ്മിക് വേവ്സും എന്താ? ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സൗണ്ട് വേവ്സിൻ്റെ എക്സാമ്പിൾസാണ്. ഓക്കെ, അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.